എൻ്റെ അടുത്ത് ഇന്നലെ ചേച്ചി എന്താ പറഞ്ഞതെന്നറിയോ? കേക്ക് മുറിക്കണ്ടേ, കേക്ക് മുറിക്കണ്ടേ. അച്ചാച്ചന് ഷൂ കൂടിയിട്ടുണ്ട കുഞ്ഞിത് നല്ലല്ലേ? വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീസ്ത. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ശിവൻ്റെ ബർത്ത്ഡേ ആണ്. ഇപ്പോൾ രാത്രി ഒരു 9 മണി ആയിട്ടുണ്ട്. ശിവന് കുറച്ച് സർപ്രൈസ് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിക്ക് ഞാൻ മുകളിലേക്ക് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇന്ന് ഞാൻ ശിവന് എന്തെങ്കിലും ഡ്രസ്സ് എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു നാളെ എന്തെങ്കിലും സർപ്രൈസ് ഉണ്ടാക്കി കൊടുക്കണമെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ സാറിൻ്റെ സിനിമയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു ഒരു 6 മണിക്ക്. അപ്പോൾ സാറായിട്ട് പറഞ്ഞു ഫസ്റ്റ് ക്രൈന്ന് നോക്കാമെന്ന്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഫസ്റ്റ് ക്രൈയിൽ കയറി. അപ്പോൾ എനിക്ക് മോഡൽസ് ഒന്നും ആളെ വലിയ കൂടെ ഇഷ്ടമായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് എൻ്റെ കൈ കൊണ്ടുള്ള ഡ്രസ്സ് തന്നെ അവൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ അതാ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോവാണ്. പിന്നെ ഉണ്ണിക്ക് കുറച്ച് ഹെയർ ക്ലിപ്പുകളും ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആ പരിപാടിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളായിട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ശിവന് 4 വയസ്സായി. നാളെ കഴിഞ്ഞ 4 വയസ്സായി. എത്ര പെട്ടെന്നാണ് ദിവസങ്ങളങ്ങനെ പോണത്. എന്നെ സ്റ്റാർട്ടിങ് തൊട്ട് ഞാൻ ശിവ ജനിക്കുന്നേക്കാൾ മുമ്പാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അന്ന് മുതൽ എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലാവും ശിവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, എനിക്ക് അത്രത്തോളം ജീവനാണ്. എന്ത് കൊടുത്താലും എനിക്ക് അവൾക്ക് മതിയാവില്ല. ഇപ്പോൾ 4 വയസ്സായി. ഇത് ഓരോ ഏജ് കൂടും തോറും എന്താ പറയുക, എനിക്ക് വിഷമമാണ് ആവണത്. ഓരോ വയസ്സ് കൂടുന്നവർക്ക് വിഷമമാവാണ്. ഇനി കുറച്ചും കൂടി ഏജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ബിസിയാവും, തിരക്കാവും. പഠിപ്പ്, കോളേജ്, ക്ലാസ്, അവരവരുടേതായ തിരക്കും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ ഓരോ ഏജ് കൂടുന്തോറും വിഷമമാണ്. അപ്പോൾ ഇതാ നാളെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇത് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ കട്ടിത്തരാം. മെറ്റീരിയൽ കട്ടിയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇവിടേക്ക് വരുമ്പോൾ തന്നെ 9 മണി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് ടൈമില്ല സ്റ്റിച്ച് ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് തയ്ക്കാത്ത കാരണം ഞാൻ കുറച്ചുകൂടി സ്ലോ ആണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ഇടയ്ക്ക് സ്റ്റിച്ച് ചെയ്യുന്നവരും അവരുടെ സ്പീഡ് ഇത്തിരി വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇത്തിരി സ്പീഡ് കുറവാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഹെവി ആയിട്ടുള്ളതൊന്നും എടുക്കുന്നില്ല. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ഫ്രോക്ക് നെറ്റിൻ്റെ തയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ലൈനിങ്, നെറ്റ്, പിന്നെ സ്ലീവിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ സ്റ്റിച്ചിങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സമയപരിധി ഉണ്ട്. കട്ടിങ്ങിന് തന്നെ ഇരുന്നപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാരണം കുറച്ചധികം മെറ്റീരിയൽ ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ട്. കാരണം ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ളൊരു ഡ്രസ്സല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചധികം മെറ്റീരിയൽ കൂടുതൽ എടുത്തിട്ടുണ്ട്. നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കമ്പാരിറ്റീവിൽ കുറച്ച് കൂടുതൽ എടുത്തു, കാരണം ഒന്ന് പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കട്ടിങ്ങിന് കുറച്ചധികം ടൈം എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതാ സ്റ്റിച്ചിങ് തുടങ്ങി. ഫ്രില്ല് വെച്ചിട്ടുള്ളൊരു ഫ്രോക്കാണ് കേട്ടോ. ഇതാവുമ്പോൾ നമുക്കൊരു 1-1.5 മണിക്കൂറിനുള്ളിൽ സ്റ്റിച്ച് ചെയ്ത് കഴിയും. ഇത് കുറച്ച് മെറ്റീരിയൽ എടുത്തിട്ടുള്ള വേഗം കഴിയൂട്ടെ. ഇത് കുറേ മെറ്റീരിയൽ എടുത്തിട്ടുള്ള കാരണം കുറച്ച് ടൈം എടുക്കും കേട്ടോ. അപ്പോൾ ഇതാ സ്ലീവിന് വേണ്ടിയിട്ടുള്ള ഫ്രില്ലുകളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സമയപരിധി കാരണം ഇതാണ് വേഗം കഴിയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത് സെലക്ട് ചെയ്തത് കേട്ടോ. പിന്നെ ശിവൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഇതൊന്നല്ല പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇവിടെ സ്റ്റിച്ചിങ്ങിന് വരുന്ന ചേച്ചി ഉണ്ണികളുടെ ഫ്രോക്കൊക്കെ അടിപൊളിയായിട്ട് തയ്ക്കും. അപ്പോൾ ആ ചേച്ചീനെ കൂടെ തയ്പ്പിക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് ആ ചേച്ചിക്ക് ഫാമിലിയിൽ ആരോ മരിച്ചിട്ട് അങ്ങനെ ലീവായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ പോകാൻ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു, അങ്ങനെ ലീവായിരുന്നു. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തതേ നടന്നില്ല. അപ്പോൾ എന്തായാലും കടയിൽ പോയി നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ച മോഡൽസ് ഒന്നുമില്ല. ഇങ്ങനെ ഷെല്ല് വെച്ചിട്ടുള്ളത്, വർക്കുള്ളതൊക്കെ അങ്ങനത്തെ ഡ്രസ്സുകളൊന്നും ശിവനിട്ട് കൊടുക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സുകൾ, സിമ്പിളായിട്ടുള്ള ഡ്രസ്സുകൾ ഇട്ട് കൊടുക്കുന്നതാണ് ഇഷ്ടം, അല്ലെങ്കിൽ ജീൻസിൻ്റെ ഒപ്പം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബോഡി പാർട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്ലീവും കൂടി വെച്ച് കൊടുക്കണം. സ്ലീവിന് ഒരു സ്ട്രാപ്പൊക്കെ വെച്ച് കൊടുക്കാണ്ട് കേട്ടോ. അത് വെച്ച് കൊടുത്തിട്ട് ഒരു ഹെയർ ക്ലിപ്പും കൂടി ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രോക്കിൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ. ഇങ്ങനൊരു ഫ്രോക്ക് ശിവുവിന് ലാസ്റ്റായിട്ട് ഇട്ട് കൊടുത്തത് ശിവുവിൻ്റെ ഫസ്റ്റ് ക്രിസ്മസിന് അങ്ങോട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഇപ്പോഴാണ് ഇതേപോലെ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതിനൊരു ഹെയർ ക്ലിപ്പും കൂടി ഉണ്ടാക്കാം. ഈ നെറ്റിൻ്റെ മെറ്റീരിയലായ കാരണം ഇങ്ങനെ വെച്ചിട്ടുള്ള ഒരു ക്ലിപ്പ് ഉണ്ടാക്കുമായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. എൻ്റെ കയ്യിൽ റെഡ് സാറ്റിൻ്റെ മെറ്റീരിയലൊന്നുമില്ല, റോ കോട്ടനും ക്രേപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നെറ്റ് വെച്ചിട്ട് ഇങ്ങനൊരു ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു.
ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഞാൻ ഒട്ടിക്കണത്. ഗ്ലൂ ഗണ്ണ് മീഷോയിലൊക്കെ അവൈലബിൾ ആണ്, ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ളതൊക്കെ 2-3 ആഴ്ചയ്ക്കുള്ളിൽ നാശമായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അത് കടയിൽ നിന്ന് വാങ്ങിയതാണ്. അങ്ങനെ നമ്മുടെ ഒരു ക്ലിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞു. ഞാൻ വിചാരിച്ചു അതിന് കുറച്ച് മുത്തും കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവുമെന്ന്. അതിനൊരു വൈറ്റ് പേളും കൂടി വെച്ച് കൊടുത്തു. ഇത് പേൾ പഞ്ചിങ് മെഷീനാണ്. ഇത് ഞാൻ ആമസോണിനോ മീഷോന്നോ കൂടെ വാങ്ങിയിട്ടുള്ളതാണ്. ഒരു മാസമായി യൂസ് ചെയ്യുന്നു, ഇതുവരെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേണമെങ്കിൽ അതിൻ്റെ റിവ്യൂ കൂടി പറയാം. ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ തന്നെ 11 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിനി നേരത്തെ കിടന്നുറങ്ങണം, കാരണം നാളെ കാലത്ത് ഒരു 6 മണിക്ക് എണീക്കണം, കാരണം സാഗരേട്ടൻ ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കണം കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഡേ കാണാം. അപ്പോൾ ഗൈസ് ഇന്നാണ് കേട്ടോ നവംബർ 30 ശിവൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ കുളിച്ച് നേരത്തെ സലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം സെലിബ്രേറ്റ് ചെയ്യണേ വാടാനപ്പള്ളി ഒരു ഓഡിറ്റോറിയത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ നമുക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുളിച്ച് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് നവംബർ 30 കേട്ടോ. അപ്പോൾ ഇന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ. കാരണം ന്യൂ ഇയറിൻ്റെ അന്ന് സാഗരേട്ടനൊന്നും കൂടെ ഉണ്ടാവില്ല, സാഗരേട്ടൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ന്യൂ ഇയർ കഴിഞ്ഞിട്ട് എന്തായാലും വരാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അർജൻറ്റായിട്ട് കുറച്ച് കൊറിയറുകളൊക്കെ അയക്കാനുള്ളൊരു ദിവസമാണ്. കാരണം ശനിയാഴ്ച അയക്കാനുള്ള കൊറിയറായിരുന്നു, പക്ഷെ അതൊക്കെ ശനിയാഴ്ച അയക്കാനായിട്ട് പറ്റിയില്ല. പെട്ടെന്ന് ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ഓരോ മരിച്ചിട്ട് ലീവും കാര്യങ്ങളും ഹോസ്പിറ്റലിൽ പോകുക അങ്ങനെ എന്തൊക്കെയോ ഡോക്ടർ കാണിക്കാൻ എന്തോ കാര്യങ്ങളൊക്കെ ആയിട്ട് ലീവായിരുന്നു. മനുഷ്യന്മാരുടെ കാര്യം നമുക്ക് എന്താ എപ്പോഴാണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ചേച്ചി ലീവായ കാരണം എനിക്ക് ശനിയാഴ്ച അയക്കാനുള്ള കൊറിയറുകളൊന്നും അയക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ അത് സാഗരേട്ടൻ എന്നേക്കാൾ അടിപൊളിയായിട്ട് മാനേജ് ചെയ്തോളും. അപ്പോൾ ഞാൻ കസ്റ്റമേഴ്സിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കൊറിയർ അയക്കുന്ന സമയത്ത് ഞാൻ ഓരോ ഡ്രസ്സും കസ്റ്റമറുടെ പേരും അങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പോൾ സാഗരേട്ടൻ അത് എന്നേക്കാളും നീറ്റായിട്ട് മാനേജ് ചെയ്യും. സാഗരേട്ടൻ തന്നെയാണ് ഒക്കെ പാക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്നത്തെയും നാളത്തെയും കൊറിയറും കാര്യങ്ങളൊക്കെ സാഗരേട്ടനായിരിക്കും മാനേജ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഗൈസ് ഞാൻ ഈ ഒരു ഡ്രസ്സായിട്ട് ഞാൻ ഇടുന്നുണ്ട്. ഇതിനൊരു ഷോളും കൂടി ഉണ്ട്. നേരം വൈകി നിൽക്കണതിൻ്റെ ഇടയിലാണ് വ്ളോഗ്. ഇതാണ് കേട്ടോ ഷോള്. അപ്പോൾ ഇതെനിക്ക് ഓണത്തിന് സാഗരിച്ച് എടുത്തതാണ്. പക്ഷെ ഇത് XXL ആണ് സൈസ്. അപ്പോൾ ഓണത്തിന് എനിക്ക് പുലിക്കളിയുടെ അന്നിടാൻ വേണ്ടിയിട്ട് കയ്യോടെ അപ്പം തന്നെ തൊട്ടടുത്തുള്ള ഷോപ്പിൽ പോയിട്ട് ഷേപ്പാക്കി എന്താട്ടെ എൻ്റെ അളവിന് 2 കടയിൽ കൊടുത്തിട്ടാണ് ഇത് ഷേപ്പാക്കിയത്. ചിലർക്ക് വീണ്ടും അഴിച്ച് സ്റ്റിച്ച് ചെയ്തൊരു സാധനം വീണ്ടും അഴിച്ച് എന്താ പറയുക പുതുക്കിയൊരു പണി ചെയ്യാന്ന് പറഞ്ഞാൽ ചിലർക്ക് മടിയുള്ള കാര്യമല്ല. അപ്പോൾ ആദ്യത്തെ ആളുടെ കയ്യിൽ കൊടുത്തപ്പോൾ ആളധികം ഷേപ്പാക്കിയൊന്നുമില്ല. ഇപ്പോൾ XXL സൈസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഷേപ്പാക്കുമ്പോൾ കുറച്ച് സ്ലിറ്റും കാര്യങ്ങളൊക്കെ ഇത്തിരി വ്യത്യാസം വരുമല്ലോ. അപ്പോൾ വീണ്ടും നമ്മൾ വേറെ സ്ഥലത്ത് കൊടുത്ത് ആദ്യം പുതിയ തയ്ക്കുന്ന പണി തന്നെ ഉണ്ടായിരുന്നു. ഇത് വീണ്ടും റിപ്പയർ ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു എന്താ പറയുക ഡ്രസ്സാണിത്. ഓഫ് വൈറ്റ് കളറിൽ ട്രഡീഷണൽ ആയിട്ടും ഇടാം അല്ലാതെ ഇടാം അങ്ങനെ ഗൈസ്. അപ്പം ഞാൻ വേഗം ഒന്ന് റെഡി ആവട്ടെ കേട്ടോ, ആ സമയമില്ല. അങ്ങനെ സാഗരേട്ടനുള്ള ദോശയൊക്കെ റെഡിയാക്കി ഞാൻ വേഗം റെഡി ആയിട്ട് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് വീട്ടിൽ പോവാണ്. ഞാൻ ഒരു 7:30 ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. സാഗരേട്ടനൊന്നും എണീറ്റിട്ടേ ഇല്ല കേട്ടോ. 7:30 ഇറങ്ങി, കാരണം 8 മണിക്ക് വീട്ടിലെത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. തലേ ദിവസം എനിക്ക് ഉറക്കേ വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എങ്ങനെയെങ്കിലും ഒന്ന് കാലത്തായാൽ മതി എന്ന് വെച്ചിട്ട് നമുക്ക് സന്തോഷമുള്ളൊരു ദിവസമാണ്. നമുക്ക് ഉറക്കം വരില്ല, പെട്ടെന്ന് കാലത്തായാൽ മതി, റെഡിയായി പോകാൻ അങ്ങനെയുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകും. മാത്രമല്ല മനസ്സുകൊണ്ട് നമ്മൾ കുറേ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ ആ ഫേസിൽ ആ ഒരു ഗ്ലോ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് സുഖമില്ലാത്തൊരു ദിവസമാണെങ്കിൽ നമ്മൾ എത്ര റെഡി ആയാലും ഒരു മെനയാവാത്ത പോലെ തോന്നും. പക്ഷേ ഇന്ന് എനിക്ക് ഭയങ്കര ഒരു ഗ്ലോ പോലെ എനിക്ക് തോന്നിയിട്ടോ പേഴ്സണലി. അങ്ങനെ വീട് എത്താറായിട്ടുണ്ട്. ഈ ഭാഗം ആയി കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ എടുത്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു വീട് എത്താറായിട്ടുണ്ട് ഏകദേശം. അപ്പോൾ ഈ ഒരു ഭാഗമായപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ്. പിന്നെ ഇത് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീടിൻ്റെ പിന്നിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു വെള്ളവും പാടമൊക്കെയാണ് കാണാൻ പറ്റുക കേട്ടോ. അപ്പോൾ എൻ്റെ വീടിൻ്റെ ബാക്കിലത്തെ ഒരു വ്യൂ ഇതാണ്, അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാലുള്ളൊരു വ്യൂ ഇതാണ് കേട്ടോ. അങ്ങനെ ഞാൻ വീട് എത്താറായി. എൻ്റെ അടുത്ത് ഇന്നലെ ചേച്ചി എന്താ പറഞ്ഞതെന്നറിയോ, 8 മണിക്ക് ഇങ്ങോട്ട് എത്തിക്കോളോ, ഞങ്ങൾ നേരത്തെ പോവും, അവിടെ എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ പരിപാടിയുണ്ട്, ബലൂൺ വീർപ്പിക്കൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ 8 മണിക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും, നേരത്തെ എത്തിക്കോളോ പറഞ്ഞിട്ട് ഞാനിവിടെ നേരത്തെ എത്തിയതാണ്, 8 മണിക്ക് എത്തിയതാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അമ്മ ആ പഴയ മാക്സി ഇട്ട് നിൽക്കണു. ഇതൊരാൾ ഇവിടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങണു, ചേച്ചി അവിടെ തയ്ക്കണു. ഇപ്പോൾ 10:30 ഒരാളും റെഡി ആയിട്ടില്ല. ഞാൻ മാത്രം നേരത്തെ 8 മണിക്ക് ഇവിടെ എത്തി. ഞാനാണെങ്കിൽ തിരക്ക് പിടിച്ച് നേരത്തെ എനിക്ക് സാഗരേട്ടനുള്ള ദോശയൊക്കെ ഉണ്ടാക്കി വെച്ച് വേഗം പോന്നു. ഇവിടെ എത്തിയപ്പോൾ ആരും റെഡി ആയിട്ടില്ല. ഞാൻ വരുമ്പോൾ വിചാരിച്ചത്
ഇവരൊക്കെ റെഡി ആയി സെറ്റായിട്ട് പോവാൻ വേണ്ടിയിട്ടാവും ഇരിക്കണ്ടാവെന്ന് വിചാരിച്ച് ഞാൻ നിൽക്കണം. ആരും റെഡി ആയിട്ടില്ല. ഇതേ ഇപ്പോൾ 8 മണിക്ക് പോകുമെന്ന് പറഞ്ഞ ആൾക്കാർ ഇതേ 11 മണിയാവാനാണ് പോണത്. 10:30 ആകുമ്പോൾ ശിവുവിനെ കുളിപ്പിച്ച് റെഡിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. 10:30 ആകുമ്പോൾ കുളിക്കുന്ന ആൾ ഇതേ സുഖമായിട്ട് കിടന്നുറങ്ങാം. ചേച്ചി ചേട്ടൻ അവിടെയാണ്, ശിവു ഇവിടെ ആട്ടാ. ഇന്നലെ അച്ചാച്ചൻ്റെ അടുത്ത് സുഖമായിട്ട് കിടന്നുറങ്ങി. 3 മണി ഇത്ര ഉറങ്ങുമ്പോൾ. ഇന്നലെ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ അച്ഛനമ്മ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ പോയില്ല, അച്ചാച്ചൻ്റെ അമ്മയുടെ അടുത്ത് നിൽക്കാമെന്ന് പറഞ്ഞത്. ഇത് സുന്ദരി, കേക്ക് മുറിക്കണ്ടേ? കേക്ക് മുറിക്കണ്ടേ? പൊന്നും കൂടത്തിന് കേക്ക് മുറിക്കും. ഞങ്ങള് കേക്ക് മുറിക്കും, പിന്നെ മിഠായി തിന്നും, പിന്നെ മാമ സർപ്രൈസ് കൊണ്ടുവന്നുണ്ട്. മാമന്റെ കുട്ടിക്ക് മാമ സർപ്രൈസ് കൊണ്ടുവന്നിട്ടാ. 3 മണിയായി ഉറങ്ങുമ്പോ കേക്ക് മുറിക്കണ്ട. 10 കേക്ക് മുറിക്കണം. ഞങ്ങൾ കേക്ക് മുറിക്കും. ഇന്ന് സർപ്രൈസ് ഞങ്ങൾക്ക്. ശിവുവിന് ഇന്ന് സർപ്രൈസ് ഉണ്ട് മാമയുടെ വക. കേക്ക് മുറിക്കും ഞങ്ങള്. വേണ്ടതാ കരയിപ്പിക്കേണ്ടത്. അതിന് വേഗത്തിൽ ഇടുന്നു. ഇല്ല ഞാൻ ശിവന്റെ കൂടെ ഉള്ളോ. മാമി ശിവ സെറ്റ്. മാമി ശിവ കേക്ക് മുറിക്കും. കണ്ണു തുറക്കുന്നുണ്ട്, കണ്ണു തുറക്കുന്നുണ്ട്. മാമി ശിവന്ന് കേക്ക് മുറിക്കും, മിഠായി തിന്നും, കടലിൽ കളിക്കും, വെള്ളത്തിൽ കളിക്കും. ഞാൻ നടക്കാൻ പോയതാ മോളെ. അതെ ഞങ്ങള് ഞാൻ പറഞ്ഞ മോനെടുക്കാൻ വേണ്ടിട്ട് വന്നിട്ടുള്ളതാ. ഉറക്കത്തിൽ നിന്ന് ഷർട്ടായിട്ടില്ല. 3 മണിക്കല്ലേ ഇന്നലെ ഉറങ്ങിയ. 3 മണിക്ക് അച്ചാച്ചന്റെ കൂടെ അച്ചാച്ചന് ഞാനും അച്ചാച്ചന് ശിവും കൂടിയിട്ടാണ് കുങ്ങിയത് ഇന്നലെ അല്ലേ. ഇന്നലെ TV വെച്ചിരിക്കായിരുന്നു ഞങ്ങൾ രണ്ടാളും. തുണ്ട് നല്ല തുണ്ടായിണ്ടല്ലോന്ന്. അച്ഛനമ്മ ഇപ്പൊ 10:30 ആയിട്ടാ. വേഗം കുളിച്ച് സുന്ദരിയാവണ്ടേ, നമുക്ക് മുടിയൊക്കെ ഇരണ്ടേ, പുതിയ ഡ്രസ് ഇടണ്ടേ. അങ്ങനെ ഇതാ ശിവുവിനെ അച്ഛൻ കുളിപ്പിക്കാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ അച്ഛൻ തന്നെ കുളിപ്പിക്കണം, അച്ഛൻ തന്നെ കളിക്കാൻ വരണം, അതേപോലെ തന്നെ അച്ഛൻ തന്നെ ഫുഡൊക്കെ വാരി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഉണ്ടെച്ചെങ്കിൽ ഒക്കെ ഞാൻ തന്നെ ചെയ്ത് തീർക്കണം. എല്ലാം മേമ ചെയ്തായോ പറയും. എല്ലാ ദിവസമൊക്കെ അച്ഛൻ തന്നെയാണ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ശിവു ജനിച്ചപ്പോൾ മുതൽ തന്നെ അച്ഛനാണ് ശിവനെ കുളിപ്പിക്കലൊക്കെ കേട്ടോ ഇവിടെ ഉള്ള സമയത്ത്. പിന്നെ കണ്ണാടി സോപ്പ്, അയ്യോ കണ്ണാടി സോപ്പ്, കണ്ണാടി സോപ്പ്. ശിവ എന്ത് കളിയാ കളിക്കണ? പൂജയാണോ? എന്ത് പൂജയാ? ഗുഡ് ഗേൾ ആണ് മോളെ, ഞങ്ങള് ഗുഡ് ഗേൾ ആണ്. ഇവിടെ വന്നേ ഗുഡ് ഗേള്. പമ്പർ എടുത്തരാ, മാം എടുത്തരാടാ. നല്ല കുട്ടിയെ ഞങ്ങളെല്ലാം കഴിക്കും ഗുഡ് ഗേൾ ആയിട്ട്. ഞാൻ ഇപ്പൊ വരാം. അപ്പോൾ ചേച്ചി വരുമ്പോഴേക്കും ഫുഡ് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇഡ്ഡലി ഉണ്ടായിരുന്നു, അപ്പോൾ അത് കൊടുക്കണം. ശിവന് ചില സമയത്ത് ഫുഡ് കഴിക്കാനായിട്ട് ചെറിയൊരു മടിയാണ്. അപ്പോൾ ഞാൻ ചെയ്യണൊരു ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അവളിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ശിവ ഗുഡ് ഗേളാണ്, ശിവനെ പാർക്കിലേക്ക് കൊണ്ടുപോകും, മാമ സർപ്രൈസ് കൊണ്ടുവരും, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ അവൾക്ക് ഫോൺ വേണം, TV വേണമെന്നൊന്നുമില്ല, ഇങ്ങനെ നടന്ന് കളിക്കണം അവളുടെ കൂടെ, അങ്ങനെയാണ്. പിന്നെ നമുക്ക് അവളുടെ പിന്നാലെ ഓടി വയ്യാണ്ടാവുമ്പോഴാണ് ഞാൻ കുറച്ച് നേരം നമുക്ക് TV കണ്ടാലേ ശിവു അങ്ങനെ പറയാറ്. അപ്പോഴാണ് TV കാണാനായിട്ട് വന്നിരിക്കുക കേട്ടോ. അതെ 8 മണിക്ക് ഞാൻ അവിടെ എത്തി. ഇപ്പം എത്ര മണിയായി? 12 മണി. നിങ്ങൾ അറിഞ്ഞു നേരം വൈകിട്ട് പോവാന്ന്. നിങ്ങളും ബിന്ദു അറിഞ്ഞിട്ട് എന്താ എൻ്റെ അടുത്ത് പറയാ? ഞാൻ എന്തുകൊണ്ടെന്ന് വെച്ചാ നീ ഇത്തിരി നേരത്തെ ഇങ്ങോട്ട് എത്തലോന്ന് വിചാരിച്ചു എന്നിട്ടോ. എന്നിട്ട് ഇപ്പതേ നമ്മള് പോവാ റെഡിയായി ഇറങ്ങാൻ പോണു. എന്താന്ന് പോവാ സമയായ ശിവുന്? മടുത്തുന്ന് പറഞ്ഞ ശിവു അമ്മമ്മോട്? ഇല്ലേ, എനിക്ക് ബോറടിച്ചു അല്ലേ? അങ്ങനെയാണോ പറഞ്ഞേ?
അച്ഛനമ്മ വരട്ടെ എന്നിട്ട് പോവാട്ടോ. എനിക്കും ബോറടിച്ചു. അതാ വരുന്നു. ശിവുനെ ഭ്രാന്ത് പിടിച്ചോളങ്ങി 10:30 എണീപ്പിച്ച് കേക്ക് മുറിക്കാന്ന് പറഞ്ഞിട്ട് അതിനെ പറ്റിച്ചോണ്ടിരിക്കുക. പുതിയ ഡ്രസ്സ് എൻ്റെ അടുത്ത് ഡ്രസ്സ് മാം എന്താ സർപ്രൈസ് കൊണ്ടുവന്നേന്ന് ചോദിച്ചു. അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ് കാട്ടി കൊടുത്തു. അപ്പം അത് ഇപ്പിടണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതാ ഇപ്പിടാട്ടാന്ന് പറഞ്ഞിട്ട് ആളെങ്ങനെ കൂളാക്കിക്കൊണ്ടിരിക്കുക. പുതിയ ഡ്രസ്സ് കണ്ട കുട്ടികൾക്ക് ഇടണമെന്നുണ്ടാവില്ലേ, കുളിപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ പറ്റിച്ചു. അതെ അതാ വരുന്നു. അങ്ങനെ പറഞ്ഞത് വയ്യ ചിരിക്കാൻ. കൊറേ നേരം ഇപ്പൊ ഡ്രസ്സ് നല്ലത് ഇട്ടേരാട്ടാ, അപ്പൊ നല്ലത് ഇട്ടേരാട്ടാ, അമ്മ സർപ്രൈസ് ഇപ്പൊ കൊണ്ടുവരൂട്ടാന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് അതിന് ഭ്രാന്ത് പിടിച്ച അവസാനം കവറുകൾ കൈ പിടിച്ച് നടക്കുക, അങ്ങനെ നടക്കുക. പൂവാ ചോദിച്ചിട്ട് ശിവ അറിഞ്ഞ കാത്തിക്കണേ. എന്തിനാ കാത്തിക്കണേ? കണ്ട എന്റെ കുട്ടി കാത്തുന്നേ നോക്കട്ടെ. മേമ്മ കാത്തിക്കണം നോക്കട്ടെ. ചേച്ചി നേരം വൈകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്ക് ഫുഡ് ഇതൊക്കെ എടുക്കാൻ പോകണം കേട്ടോ. കേക്ക് വേറെ സ്ഥലത്താണെങ്കിൽ ഫുഡ് വേറെ സ്ഥലത്ത്, പിന്നെ പാട്ട് വയ്ക്കുന്ന ബോക്സ് വേറെ സ്ഥലത്താണ്. അങ്ങനെ കുറച്ച് ഇതൊക്കെ ഉള്ള കാരണമാണ് ചേച്ചി നേരം വൈകാൻ കാരണം. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അവർ വന്നു. ഞങ്ങൾ വാടാനപ്പള്ളി റിസോർട്ടിലെത്തി. കേക്കും ഡ്രസ്സും ഡെക്കറേഷനൊക്കെ സെറ്റാക്കി. ഞങ്ങളല്ല കേട്ടോ ഡെക്കറേഷനും ബലൂണൊക്കെ സെറ്റാക്കിയത്, കസിൻ ബ്രദറാണ് കേട്ടോ സെറ്റാക്കിയത്. പിന്നെ ബർത്ത്ഡേയുടെ ഫുൾ വീഡിയോ ചേച്ചിയുടെ ചാനലിലാവും. ബർത്ത്ഡേയുടെ ഒരു ഫുൾ വ്ളോഗ് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ഫുൾ വ്ളോഗും കാര്യങ്ങളൊക്കെ ചേച്ചിയുടെ ചാനലിലുണ്ടാവും, കാണാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു, ഗിഫ്റ്റൊക്കെ കൊടുത്തു ശിവുവിന്. അതിന് ശേഷം ഞാൻ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സും കൂടി ഒന്ന് ഇട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഹെയർ ബാൻഡ് അശ്വതിച്ച് കൊടുത്തതാണ് കേട്ടോ. അതായത് ശിവുവിൻ്റെ വല്യമ്മ. അത് കറക്റ്റ് മാച്ചായിട്ട് കിട്ടി. ശിവനാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം അത് വെക്കാൻ വേണ്ടിയിട്ട് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ശിവുവിൻ്റെ ഫ്രോക്ക് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇഷ്ടപ്പെട്ടവർക്ക് അത് പർച്ചേസ് ചെയ്യാം. പിന്നെ നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വ്ളോഗ് ചേച്ചിയുടെ ചാനലിൽ ഉണ്ടാവും, ചെക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വ്ളോഗ്. ടാറ്റാ ബൈ, സീ യു.